അപ്പോൾ വീണ്ടും സ്വാഗതം. ശോഭ ഇന്നലെ കുറച്ച് പേരുകളൊക്കെ ചോദിച്ചായിരുന്നു. അതായത് ആരാണ് അയാൾ എന്നൊക്കെ ചോദിച്ച് പേരുകൾ പറയൂ എന്നൊക്കെ പറഞ്ഞു. എന്താ വേറെ ആരുടെയൊക്കെ പേരൊക്കെയാണ് ശോഭ ചോദിക്കുന്നത്? നമുക്ക് എങ്ങനെ അറിയാമോ എന്തോ പേരുകൾ. എന്തായാലും നമുക്ക് ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം കാണാം. അവരോടും പറയാതെ ആണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയത്. ബിക്കോസ് ലാസ്റ്റ് ഇയർ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ പോയില്ല. എനിക്ക് താങ്ക്സ് പറയേണ്ട പ്രവീൺ ചേട്ടനാണ്. ഏഷ്യാനെറ്റിന്റെ പ്രവീൺ ചേട്ടൻ നിർബന്ധിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോകുന്നത്. ഏഷ്യാനെറ്റിലെ പ്രവീൺ ചേട്ടൻ നിർബന്ധിച്ചിട്ടാണ് ശോഭ അതിലേക്ക് പോയതല്ല. ശോഭയ്ക്ക് പണമൊന്നുമില്ലായിരുന്നു. അങ്ങേര് നിർബന്ധിച്ച്, പ്രവീൺ ചേട്ടൻ നിർബന്ധിച്ചിട്ട് മാത്രമാണ് ശോഭ പോയത്. ഇനി ഈ പ്രവീൺ ചേട്ടൻ്റെ മോളെ കല്യാണത്തിനാണ് ശോഭ മറ്റേ ഇത് കൊടുക്കാൻ പോയതോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ അതേ മാത്രമല്ല, നമ്മൾ ഒരുപാട് ആൾക്കാരെ അപേക്ഷിക്കുന്നതല്ലേ ബിഗ് ബോസിലൊക്കെ. അപ്പോൾ അവരെല്ലാം ചതച്ചിട്ട് ഇതാണൊക്കെ പ്രവീൺ ചേട്ടൻ ഇമ്മാതിരി ഒരു പണി ചെയ്യുന്ന മോശമല്ലേ അല്ലേ? ഇമ്മാതിരി പണിയാണ് പ്രവീൺ ചേട്ടൻ. അത് ഇഷ്ടമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് ഇമ്മാതിരി കൊണ്ടുവേണ്ട വല്ല പണിയുണ്ടോ? അപ്പോൾ ഏഷ്യാനെറ്റിലെ പ്രവീൺ ചേട്ടൻ ഭയങ്കര നിർബന്ധിച്ച് കൊണ്ടുപോയ ആളെന്തായാലും 100 ദിവസത്തെ സാരിയും 100 ദിവസത്തെ ഡ്രസ്സും അവസാന ദിവസം കൊടുക്കാനുള്ള സാരിയായിട്ടൊക്കെ പോകുന്നതിലും അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നതിലും ഒന്നും യാതൊരു വിധത്തിലെ കള്ളത്തരങ്ങളുമില്ല. ഏഷ്യാനെറ്റിലെ പ്രവീൺ ചേട്ടൻ അല്ലേ? ഏഷ്യാനെറ്റിലെ പ്രവീൺ ചേട്ടൻ നിർബന്ധിച്ച് കൊണ്ടുപോയ ആൾ, അത്രയും നിർബന്ധിച്ച് കൊണ്ടുപോയ ഒരാൾ അവിടെ നിൽക്കും. അപ്പോഴേ 100 ദിവസം നിൽക്കും. അങ്ങനെ പ്രവീൺ ചേട്ടൻ ഇപ്രാവശ്യം ആരെയും നിർബന്ധിച്ചിട്ടുണ്ടോ? അല്ല പ്രവീൺ ചേട്ടാ, ഇപ്രാവശ്യം പ്രവീൺ ചേട്ടൻ ആരെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ? പ്രവീൺ ചേട്ടന് വേറൊരാളും കൂടെ ചേർന്ന് ഏതെങ്കിലും ആൾക്കാരെയൊക്കെ ശോഭയെ കൊണ്ടുപോയ കണക്ക് നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ടോ? ഇനിയിപ്പം ശോഭയ്ക്ക് എങ്ങനെയാണ്? ശോഭയ്ക്ക് ക്യാഷ് കൂടുതൽ കൊടുത്തോ? അല്ല, നിർബന്ധിച്ച് കൊണ്ടുവരുത്തതിക്ക് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറഞ്ഞ പൈസ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ശോഭയ്ക്ക് പൈസ കൂടുതൽ കൊടുത്തോ? അങ്ങനെയല്ല കടുംകൈകൾ നിങ്ങൾ ചെയ്തോ? കാരണം നിങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുപോയ ഒരാൾക്ക് നിങ്ങൾ വീണ്ടും നിർബന്ധിച്ച് പൈസ കൊടുത്തതാണ് കൂടുതൽ. അത് നമുക്ക് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രവീൺ ചേട്ടൻ, ഏഷ്യാനെറ്റിലെ ആ പ്രവീൺ ചേട്ടൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. ഏഷ്യാനെറ്റിലെ പ്രവീൺ ചേട്ടൻ ഏത് തസ്തികയാണ് ഇരിക്കുന്നതെന്ന് കൂടെ ഒന്ന് നല്ല വൃത്തിക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായനെ. ഇനി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും. അഖിൽ പറഞ്ഞതിൻ്റെ അകത്തുള്ള പ്രവീൺ എന്ന് അഖിൽ പേര് പറഞ്ഞില്ല, പക്ഷെ അങ്ങനെ ടോപ്പ് പൊസിഷനിലിരിക്കുന്ന ആ 2 പേരിൽ ഒരാൾ പ്രവീൺ ആണോയെന്ന് എല്ലാവർക്കും സംശയം തോന്നും. അപ്പോൾ പ്രവീണിൻ്റെ ഡെസിഗ്നേഷൻ കൂടെ ശോഭയുടെ അടുത്ത് വേഗം ഒന്ന് പറഞ്ഞിട്ട്, ഇനി ഇതേ പ്രവീൺ തന്നെയാണോ ജുനൈസുമായിട്ട് ബന്ധമുള്ളതും റിനോഷുമായിട്ട് ബന്ധമുള്ളതും ശോഭയായിട്ടും ബന്ധമുള്ളതും നോക്കാം. ഇനി പ്രവീൺ തന്നെ പറയുമായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും ഇപ്പോൾ ആൾക്കാരൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുക. കാരണം ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇതൊക്കെ വളരെ നന്നായിട്ട് ഉപകരിക്കും. നമ്മൾ പഴയ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കുത്തിപ്പൊക്കാൻ നേരത്ത് ഇതേ കണക്കുള്ള ചില കുത്തിപ്പൊക്കലുകൾ ഉണ്ടാകും. അപ്പോൾ ഈ കുത്തിപ്പൊക്കലിലൂടെ ചില സത്യങ്ങൾ വീണ്ടും പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പണ്ട് പറഞ്ഞതൊക്കെ ചിലപ്പോൾ ഓർമ്മ കാണില്ല. പക്ഷേ എന്ത് ചെയ്യാനായിട്ടാണ് നമ്മുടെ ശോഭ ചേച്ചി ഇതേ കണക്കുള്ള ചില കുത്തിപ്പൊക്കലുകൾ ഇനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഇനി പ്രവീൺ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് ഫോട്ടോ ആണ് ചിലപ്പോൾ കുത്തിപ്പൊങ്ങി വന്നാലോ, അല്ലെങ്കിൽ മറ്റേ ആളുടെ ആണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ആ ടോപ്പിൽ പറയുന്ന 2 ആൾക്കാരുടെ ആണെങ്കിലോ എന്നൊക്കെ നമുക്ക് ആൾക്കാരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആൾക്കാർക്ക് ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വളരെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ശോഭ ചേച്ചിക്ക് വേണ്ടി വീരഘോരം പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ ചില ആൾക്കാരും നാദിറയും തുടങ്ങിയ ആൾക്കാരൊക്കെ ഇനി നമ്മളെ പ്രവീൺ ചേട്ടനും ശോഭയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ശോഭ, പ്രവീൺ ചേട്ടൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം പോയ ശോഭ, പ്രവീൺ ചേട്ടൻ്റെ നിർബന്ധം, ഏഷ്യാനെറ്റിലെ പ്രവീൺ ചേട്ടൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിലേക്ക് പോയ ശോഭ. ഓക്കെ, ഒന്ന് അന്വേഷിച്ച് നോക്കിയോ. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലോ? അവർ നാദിറയൊക്കെ അന്വേഷണ പരമ്പരകൾ തുടരും. കേസൊക്കെ പണ്ട് പിള്ളേർക്കെതിരെയൊക്കെ കൊടുത്തതൊക്കെ അല്ലേ നാദിറ മെഹറിൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കും. നാദിറ മെഹറിൻ ചിലപ്പോൾ എന്തെങ്കിലും തുമ്പൊക്കെ കിട്ടും. പിന്നെ കുറച്ചും കൂടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടെ ഇപ്പോൾ ഉള്ള ചില ആൾക്കാരെ കുറിച്ചുള്ള തുമ്പും കിട്ടും. അപ്പോൾ ആ തുമ്പുകളൊക്കെ പിടിക്കുക. ബാക്കി ആൾക്കാരുടെ മണ്ടേ കയറുന്ന മുന്നേ ഇങ്ങനെയുള്ള ചില തുമ്പുകൾ പിടിച്ച്
സെച്ചിമാരും സെച്ചത്തികളും എല്ലാവരും ഇരിക്കുക. ശോഭ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റിലെ പ്രവീൺ ചേട്ടൻ. പ്രവീൺ ചേട്ടനെ എല്ലാവരും തപ്പിക്കും. പ്രവീൺ ചേട്ടനെ കിട്ടും. ഇനി അതിനുശേഷം ബാക്കിയുള്ള പെൺപിള്ളേർ പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, അതായത് വിക്ടിം എന്ന് പറയാൻ പറ്റില്ല, അവർക്കുണ്ടായ അനുഭവം പറഞ്ഞ 3 പേര് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരാൾ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ കുറച്ച് ഇറങ്ങായിട്ടില്ല, ചിലപ്പോൾ നിങ്ങൾ കണ്ടാണ്, എന്തായാലും നമ്മൾ വീഡിയോ ഇടാം. അപ്പോൾ ആ 3 പേര് പറഞ്ഞിട്ടുള്ള ആ 3 സ്ത്രീകൾക്കുണ്ടായ അനുഭവങ്ങൾ, അവരിതിൽ പങ്കെടുക്കാൻ പോയപ്പോൾ, അതിൻ്റെ ഓഡിഷനിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചില ആൾക്കാർ പറഞ്ഞിട്ട് അച്ഛൻ്റെ പ്രായമുള്ള ചില ആൾക്കാരാണ് അവരുടെ അടുത്ത് ചോദിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചത്, മെസ്സേജ് അയച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശോഭയുടെ ചില പ്രതികരണത്തിൽ നിന്ന് നിങ്ങൾ കേട്ടല്ലോ. എന്താണ്? ഏഷ്യാനെറ്റിലെ പ്രവീൺ ചേട്ടൻ്റെ നിർബന്ധപ്രകാരം മാത്രം പോയ ശോഭ ഇപ്രാവശ്യം ശോഭയുടെ നിർബന്ധം കൊണ്ട് മാത്രം, ശോഭയുടെ ആ ഇൻഫ്ലുവൻസൊക്കെ വെച്ചായിരിക്കും ശോഭ ഇപ്രാവശ്യം ജാൻമണിയാണ് വിട്ടത്. അപ്പോൾ ഇപ്രാവശ്യം ജാൻമണി പോയി. ജാൻമണിക്ക് അങ്ങനെ 100 ദിവസം നിൽക്കാവുന്ന എന്തെങ്കിലുമൊക്കെ ശോഭ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിൽ പ്രവീൺ ചേട്ടൻ നിർബന്ധിച്ച കാരണം പിന്നെ ശോഭയ്ക്ക് നിന്നേ പറ്റും. 100 ദിവസം എന്തായാലും നിന്നേ പറ്റുള്ളൂ. ശോഭയുടെ കുറ്റമല്ല, പ്രവീൺ ചേട്ടൻ്റെ കുറ്റം മാത്രമാണ് ആ 100 ദിവസം ശോഭയെ അവിടെ നിർത്തുക എന്നുള്ളത്. കാരണം ഏഷ്യാനെറ്റിൻ്റെ പ്രവീൺ ചേട്ടനാണല്ലോ, എന്തായാലും നിന്നല്ലേ പറ്റത്തുള്ളൂ ശോഭയ്ക്ക്. അപ്പോൾ എന്തായാലും ശോഭയുടെ ഒരു ക്ലിപ്പ് പുറത്ത് വന്നു കഴിഞ്ഞു. അതായത് നേരത്തെ ഉള്ളത് തന്നെ, പക്ഷേ ഇപ്പം നമ്മൾ കണക്ട് ചെയ്ത് എടുക്കാൻ നേരത്ത് ശോഭയുടെ ആ ക്ലിപ്പ് ഒന്ന് കണക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കണക്ട് ദ ഡോട്ട്സ് പിടിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ കൂടുതൽ കണക്ഷൻ നമുക്ക് കിട്ടും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.